ഈ ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൻ്റെ 12ാമത്തെ സെഷനാണ് പഠിക്കുന്നത് കേട്ടോ. ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് പഠിക്കുന്നത്. ജനറ്റിക് ഡിസോർഡേഴ്സ് അതായത് ജീനോട് അസോസിയേറ്റ് ആയിട്ട് കാണുന്ന ഡിസോർഡേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പല ഡിസോർഡേഴ്സും ഹ്യൂമൻ സൊസൈറ്റിയിലെ പേരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് പകർന്നു കിട്ടുന്നുണ്ട് അല്ലേ. അത് ഹെറിറ്റബിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ചില ഫാമിലിയിൽ അങ്ങനെ നിൽക്കും. അപ്പോൾ മെൻഡേലിയൻ വർക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ഈ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് ഈ ക്യാരക്ടർ ഒരു ആളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പടരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൺട്രോൾ ക്രോസസ് ഒന്നും ഈ പീ പ്ലാന്റിൽ നടത്തിയ പോലെ കൺട്രോൾ ക്രോസസ് ഒന്നും നമുക്ക് ഹ്യൂമൻ ബീങ്സിൽ നടത്താൻ കഴിയില്ല. അങ്ങനത്തെ കേസിൽ നമുക്ക് ഫാമിലി ഹിസ്റ്ററി സ്റ്റഡി ചെയ്യാം. ഒരു പർട്ടിക്കുലർ ട്രേറ്റിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ് പെഡിഗ്രി അനാലിസിസ് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി. അങ്ങനെ ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ പല ജനറേഷൻസിൽ ഒരു ഫാമിലിയിൽ നിന്ന് പാസ് ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് സപ്രസ് ചെയ്ത് നെക്സ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. പെഡിഗ്രി അനാലിസിസിൽ ഇൻഹെറിറ്റൻസ് പാറ്റേൺ, ഒരു പർട്ടിക്കുലർ ട്രീറ്റിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫാമിലി ട്രീ വരയ്ക്കുമ്പോൾ പല ജനറേഷൻസിലെയും മക്കളെയും പേരൻസിനെയും ഒക്കെ നമ്മൾ വരച്ച് കാണിക്കേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്ട്രോങ് ടൂള് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്താ പറയുക, ഒരു പർട്ടിക്കുലർ സിമ്പിൾസ് ഒക്കെ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹ്യൂമൻ ജനറ്റിക്സിൽ പെഡിഗ്രി സ്റ്റഡീസ് അതൊരു സ്ട്രോങ് ടൂളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു സ്പെസിഫിക് ട്രൈറ്റ് അല്ലെങ്കിൽ ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഒരു ഡിസീസ് ഒരാളിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറേ സിമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇങ്ങനെ ഒരു സ്ക്വയറാണ് കൊടുത്തേക്കുന്നത്, അത് മെയിലാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് കൊടുത്തിട്ടില്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ഫീമെയിലിനെ കാണിക്കുന്നതാണ്. സെക്സ് അൺസ്പെസിഫൈഡ് ആണ്. ഈ സ്ക്വയർ ഇങ്ങനെ ഒരു ഡയമണ്ട് പോലെ വരച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഫക്റ്റഡ് ഇൻഡിവിജ്വലിനെ എപ്പോഴും ഷെയ്ഡ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. മെയ്റ്റിംഗ് കാണിക്കുന്നതാണ്. ഒരു മെയിലിനെയും ഫീമെയിലിനെയും കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ രണ്ട് ലൈൻസ് തമ്മിലാണ് ഒരു മെയിലും ഫീമെയിലും കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ നമുക്ക് റിലേറ്റീവ് മാരേജ് ആണ് അത് കാണിക്കുന്നത്, അല്ലെങ്കിൽ കോൺസാൻജീനിയസ് മെയ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ക്ലോസ് റിലേറ്റീവ്സ് തമ്മിലുള്ള മീറ്റിംഗ്. അത് ഇപ്പോൾ കസിൻസ് തമ്മിലുള്ള മാരേജ് ഒക്കെ പണ്ട് കാലങ്ങളിൽ കോമൺ ആയിട്ട് നടന്നിരുന്നതാണ് അല്ലേ. അത് കാണിക്കുന്നതാണ് ഈ രണ്ട് ലൈൻസ്. അതേപോലെ തന്നെ പേരൻസ് തമ്മിൽ ബ്രിഡ്ജ് കൊണ്ട് കണക്ട് ചെയ്തേക്കുന്നതിൻ്റെ അടിയിൽ ഇതേപോലെ കാണിച്ചാൽ ആ പേരൻസും ചിൽഡ്രനുമാണ് ഈ കാണിച്ചേക്കുന്നത്. ലെഫ്റ്റും റൈറ്റും ആയിട്ട് കൊടുത്തേക്കുന്ന ഇത് ഫീമെയിൽ ചൈൽഡും ഇത് മെയിൽ ചൈൽഡുമാണ്. അതേപോലെ തന്നെ ഈ പേരൻസിന് ഉണ്ടായിരിക്കുന്ന ഒരു കുട്ടി അത് അഫക്റ്റഡ് ആണെങ്കിൽ ഇതങ്ങനെ ഷെയ്ഡഡ് ആയിട്ട് കാണിക്കും. അതേപോലെ ഇങ്ങനെ കൊടുത്തിട്ട് സെക്സ് അൺസ്പെസിഫൈഡ് ആയിട്ട് കൊടുത്തിട്ട് അതിനകത്തൊരു നമ്പർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ചിൽഡ്രൻ ഉണ്ട് എന്നാണ്, 5 അൺഅഫക്റ്റഡ് ഓസ്പ്രിങ്സ് ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് സിമ്പിൾസ് കേട്ടോ. സിമ്പിൾസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നുള്ളൂ അല്ലേ. നമ്മൾ ഓൾറെഡി സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ്. ഓരോ ക്യാരക്ടറും ഓരോ ഓർഗാനിസത്തിലും കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനാണ്. ആ ജീൻ ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ DNA ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലാണ്. ആ DNA കാണുന്നതോ ക്രോമസോമിലാണ്. അതുകൊണ്ട് തന്നെ ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നത് DNAയിലാണെന്ന് നമുക്ക് പറയാം കേട്ടോ. ആ DNA വഴിയാണ് ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ക്യാരക്ടർ ഒരു ചേഞ്ചും ഇല്ലാതെ പാസ് ചെയ്യാനുള്ള കാരണം കേട്ടോ. ഇനി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിലോ അത് ഒക്കേഷണലി ചേഞ്ച് ഉണ്ടാവാറുണ്ട്. ആ ചേഞ്ച് എന്ത് കാരണം കൊണ്ടാണെന്നറിയോ? ജനറ്റിക് മെറ്റീരിയലിൽ മ്യൂട്ടേഷൻ നടക്കുന്നതുകൊണ്ടാണ്. മ്യൂട്ടേഷൻ നടക്കുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ കാണാം. ആ ഹ്യൂമൻ ബീങ്സിൽ ഈ ചേഞ്ചസ് വരുമ്പോൾ ചില ഡിസോർഡേഴ്സും ഫോം ചെയ്യാറുണ്ട്. A number of disorders in human beings have been found to be associated with the inheritance changed or altered gene or chromosome. Altered gene അല്ലെങ്കിൽ altered chromosome ഉണ്ടാവുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ അബറേഷൻസ് എക്സ്പ്രസ് ചെയ്ത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. മെൻഡേലിയൻ ഡിസോർഡേഴ്സ്, genetic disorders. See here, the pedigree analysis. The idea that disorders are inherited has been prevailing in the human society since long. This was based on the heritability of certain characteristic features in families. After the rediscovery of Mendel's work, the practice of analyzing inheritance pattern of trait in human beings began. Since it is evident that control processes that can be performed in pea plant or some other organism are not possible in case of human beings, study of the family history about inheritance of a particular trait provide an alternative
alternative. Such an analysis of trait in a several generation of a family is called as pedigree analysis. In the pedigree analysis, the inheritance of a particular trait is represented in the family tree over generations. In human genetics, pedigree study provides a strong tool which is utilized to trace the inheritance of a specific trait, abnormality or disease. Some of the important standard symbols used in pedigree analysis have been shown in figure 513. As you have studied in this chapter, each and every feature in any organism is controlled by one or the other gene located on the DNA present in the chromosome. DNA is the carrier of genetic information. It is hence transmitted from one generation to the other without any change or alteration. However, changes or alteration do take place occasionally. Such an alteration or change in the genetic material is referred to as mutation. A number of disorders in human beings have been found to be associated with the inheritance of changed or altered genes or chromosome. ഇനി നമുക്ക് മെൻഡേലിയൻ ഡിസോർഡർ പഠിക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് ഈ പറയുന്ന പെഡിഗ്രി അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. മെൻഡേലിയൻ സാധാരണ ജനറ്റിക് ഡിസോർഡേഴ്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് മെൻഡേലിയൻ ഡിസോർഡറും ഒന്ന് ക്രോമസോമൽ ഡിസോർഡറും. മെൻഡേലിയൻ ഡിസോർഡർ എന്ന് നമ്മൾ പറയുന്നത് ജീനിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ നടന്നാൽ അല്ലെങ്കിൽ ഒരു ജീനിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജീനിൽ മാത്രം മ്യൂട്ടേഷൻ നടന്നാൽ അല്ലെങ്കിൽ ഓൾട്ടറേഷൻ നടന്നാൽ അതിന് നമ്മൾ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറയാം. ഈ ഡിസോർഡേഴ്സ് പേരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അത് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് പഠിച്ചപ്പോൾ എങ്ങനെയാണോ ട്രാൻസ്പോർട്ട് ചെയ്തത് അതേ രീതിയിൽ തന്നെയായിരിക്കും ഇതും ട്രാൻസ്പോർട്ട് ചെയ്യുക. ആ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് മെൻഡേലിയൻ ഡിസോർഡേഴ്സിൽ ഫാമിലി പെഡിഗ്രി അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് കണ്ടുപിടിച്ചിട്ടുള്ള കുറേ മെൻഡേലിയൻ ഡിസോർഡേഴ്സിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഹീമോഫീലിയ, സിസ്റ്റിക് ഫിബ്രോസിസ്, സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നെസ്, ഫിനൈൽ കിറ്റോനൂറിയ, തലാസീമിയ, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ മെൻഡേലിയൻ ഡിസോർഡർ ഡോമിനന്റ് അല്ലെങ്കിൽ റിസസീവ് ആയിരിക്കും. അതായത് നമ്മൾ പറഞ്ഞില്ലേ മെൻഡേലിയൻ ഡിസോർഡർ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് പോലെ തന്നെയാണ്. ആ പ്രിൻസിപ്പിൾസ് ഓഫ് മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് അദ്ദേഹം പറഞ്ഞില്ലേ അതെല്ലാം ഫോളോ ചെയ്യുന്നതാണ് മെൻഡേലിയൻ ഡിസോർഡർ. അതുകൊണ്ട് തന്നെ നമ്മൾ പെഡിഗ്രി അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു ഡിസോർഡർ ഡോമിനന്റ് ഡിസോർഡർ ആണോ അല്ലെങ്കിൽ റിസസീവ് ഡിസോർഡർ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ ചിലപ്പോൾ ഈ ഡിസോർഡർ സെക്സ് ക്രോമസോമായിട്ട് ലിങ്ക് ചെയ്തായിരിക്കും കാണുക. അതിന് എക്സാമ്പിളാണ് ഹീമോഫീലിയം, കളർ ബ്ലൈൻഡ്നെസ്സും ഒക്കെ കേട്ടോ. ആ സെക്സ് ക്രോമസോമുമായിട്ട് ലിങ്ക് ചെയ്ത് അല്ലെങ്കിൽ എക്സ് ക്രോമസോമുമായിട്ട് ലിങ്ക് ചെയ്താണ് കാണുന്നതെങ്കിൽ അത് എക്സ് ഡോമിനന്റ് ആണോ എക്സ് റിസസീവ് ആണോ എന്നും നമുക്ക് പെഡിഗ്രി നോക്കിയാൽ കാണാൻ കഴിയും കേട്ടോ. അതുപോലെ അത് കാരിയർ ഫീമെയിലിൽ നിന്ന് മെയിൽ പ്രോജനിയിലേക്ക് പാസ് ചെയ്യുന്നതാണോ അത് എന്താണെന്ന് ഞാൻ ഓരോ ഡിസീസും പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഓരോ ഡിസീസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അപ്പോൾ പറഞ്ഞുതരാം. ഒരു പെഡിഗ്രി ഡയഗ്രത്തിന് റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ കൊടുത്തേക്കുന്നത് മയോട്ടോണിക് ഡിസ്ട്രോഫി എന്ന ഓട്ടോസോമൽ ഡോമിനന്റ് ട്രെയ്റ്റിന്റെ പെഡിഗ്രിയാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ കൊടുത്തിട്ടുള്ളത് സിക്കിൾ സെൽ അനീമിയ എന്ന ഓട്ടോസോമൽ റിസസീവ് ട്രെയ്റ്റിന്റെ പെഡിഗ്രിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് മയോട്ടോണിക് ഡിസ്ട്രോഫി എന്ന ഈ പെഡിഗ്രി നോക്കാം. ആ പെഡിഗ്രി ചാർട്ടിൽ മയോട്ടോണിക് ഡിസ്ട്രോഫി എങ്ങനെയാണ് പാരന്റിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് പാസ് ചെയ്തേക്കുന്നത് നമുക്കിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതൊരു ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആണ്. ഈ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആവുമ്പോൾ ഇയാള് ഡിസീസ്ഡ് ഈ ഫീമെയിൽ ഡിസീസ്ഡ് ആണ്. അതേപോലെ തന്നെ മെയിൽ ഡിസീസ്ഡ് അല്ല. അവർക്കുണ്ടായിരിക്കുന്ന എല്ലാ കുട്ടികളും എന്താണ് ഡിസീസ്ഡ് അല്ല. ചിലത് ഡിസീസ്ഡ് അല്ലാത്തതുണ്ട്, ചിലത് ഡിസീസ്ഡ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഡിസീസ്ഡ് അല്ലാത്തതിന്റെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും? ഇത് ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ ആണെന്ന് പറയുമ്പോൾ ഈ ഓട്ടോസോമിൻ ജീനിനെ ഞാൻ ക്യാപിറ്റൽ എ ആൻഡ് സ്മോൾ എ എന്ന് റെപ്രസെന്റ് ചെയ്യാണ് കേട്ടോ. ഓട്ടോസോമൽ ജീനിനെ ക്യാപിറ്റൽ എ സ്മോൾ എ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. അപ്പൊ സ്മോൾ എ വന്നു കഴിഞ്ഞാൽ ഡിസീസ് ഉണ്ടാവില്ല. ഒരു ക്യാപിറ്റൽ എ എങ്കിലും വന്നാൽ ഡിസീസ് ഉണ്ടാവും എന്നല്ലേ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. അപ്പൊ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ജീൻ വന്നാൽ ഒരു ഡിസീസ് ഉണ്ടാക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഇത് രണ്ടും വിട്. ഇയാൾക്ക് എന്തായാലും എങ്ങനെയായിരിക്കും? സ്മോൾ എ കണ്ടീഷൻ ആയിരിക്കും. കാരണം എന്താണ്? ഈ ഇദ്ദേഹത്തിന് ഡിസീസ് ഇല്ല. അതേപോലെ തന്നെ ഇനി നമുക്ക് ഡിസീസ് ഇല്ലാത്തവരുടെ
എല്ലാം ജീനോടൈപ്പ്, ഈ എ ജീനിന്റെ ജീനോടൈപ്പ് ഒന്ന് എഴുതി വെച്ച് നോക്കാം. കണ്ടോ, ഈ പെൺകുട്ടിക്കും സ്മോൾ എ കണ്ടീഷൻ ആയിരിക്കും, ഈ ആൺകുട്ടിക്ക് സ്മോൾ എ കണ്ടീഷൻ ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ വന്ന് ഈ സ്മോൾ എ കണ്ടീഷൻ വരണമെങ്കിൽ ഈ മദറിന്റെ അടുത്തുനിന്ന് ഒരു സ്മോൾ എ റിസീവ് ചെയ്യണം, ഫാദറിന്റെ അടുത്തുനിന്ന് ഒരു സ്മോൾ എ റിസീവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ മദർ എങ്ങനെയായിരിക്കും? ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയിരിക്കും. മദർ ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ഈ മദർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗിൽ ഒന്നുപോലെ ക്യാപിറ്റൽ എ ആയിരിക്കും, ഒന്നുപോലെ സ്മോൾ എ ആയിരിക്കും. അപ്പോൾ ഈ സ്മോൾ എ കണ്ടെയ്നിങ് എഗ്ഗാണ് ഈ സ്മോൾ എ കണ്ടെയ്നിങ് സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താവും? സ്മോൾ എ കോമ്പിനേഷൻ വരും അല്ലേ? അതേപോലെ തന്നെ ഇവിടെ സ്മോൾ എ കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ മെയിൽ ഡിസീസ്ഡ് ആണെങ്കിലും എന്തായാലും ഇയാൾക്ക് ഫാദറിന്റെ ഒരു സ്മോൾ എ കിട്ടിയിട്ടുണ്ട്, മദറിന്റെ ക്യാപിറ്റൽ എ കിട്ടിയതുകൊണ്ടാണ് അവർ ഡിസീസ്ഡ് ആയി പോയത്. അതേപോലെ തന്നെ ഈ ലേഡീനെ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്, ഇയാൾ കല്യാണം കഴിച്ച ആളാണ്. അപ്പോൾ ഇവർക്കും എന്താണ്? സ്മോൾ എ കണ്ടീഷൻ, അവർക്ക് ആ ഡിസീസ് ഇല്ല. ഇവിടെ നോക്കിക്കേ, ഫാദറിന്റെ ഒരു സ്മോൾ എ വന്നിട്ടുണ്ട്, മദറിന്റെ ഒരു ക്യാപിറ്റൽ എ വന്നതുകൊണ്ടാണ് ഈ ലേഡി ഡിസീസ്ഡ് ആയി പോയത്. അതേപോലെ ഈ ലേഡി കല്യാണം കഴിച്ച ആൾ നോർമലാണ്, അപ്പോൾ ഇയാൾ സ്മോൾ എ കണ്ടീഷനാണ് കേട്ടോ. ഇനി ഇവിടെ ഈ സ്മോൾ എ കണ്ടീഷനുള്ള ഫാദറും മദറും കൂടിയിട്ട് അവർക്കുണ്ടായ ഒരു കുഞ്ഞിന് ഡിസീസ് ഉണ്ടോ എന്ന് നോക്കിയേ, ഇല്ല. അപ്പോൾ ഇതൊരു ഡോമിനന്റ് ഡിസീസ് ആണ് എന്നുണ്ടെങ്കിൽ, ഡോമിനന്റ് ഡിസീസിൽ ഒരു ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഫാദറിനോ മദറിനോ ഡിസീസ് ഇല്ലാതെ ഒരിക്കലും അത് കുഞ്ഞുങ്ങൾക്ക് ഡിസീസ് ഉണ്ടാക്കില്ല. കണ്ടോ, ഇവിടെ മദറിന് ഡിസീസ് ഉണ്ട്, അപ്പം കുറച്ച് മക്കൾക്ക് അവിടെ ഡിസീസ് വന്നു, 2 പേർക്ക് ഡിസീസ് വന്നു. ഇവിടെ ഫാദറിനും മദറിനും ഡിസീസ് ഇല്ല, അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ മക്കൾക്ക് ആർക്കും ഡിസീസ് വന്നില്ല എന്ന് പറഞ്ഞാൽ ഡോമിനന്റ് ഡിസീസ് ആണെന്ന് പറഞ്ഞാൽ എന്തായാലും അത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിൽ എക്സ്പ്രസ് ചെയ്തേ ഇരിക്കും. ഫസ്റ്റ് ജനറേഷനിൽ ഫാദറിലും മദറിലും കാണാതെ ഒരിക്കലും ആ ഡിസീസ് നെക്സ്റ്റ് ജനറേഷനിൽ ഉണ്ടാവില്ല എന്ന് ചുരുക്കം. ഫസ്റ്റ് ജനറേഷനിൽ ആ ഡിസീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഡിസീസ് ഒരിക്കലും അടുത്ത പ്രോജനിയിലേക്ക് പാസ് ചെയ്യില്ല എന്ന് അർത്ഥം കേട്ടോ. ഇനി ഇവരുടെ നോക്കിക്കേ, ഇവിടുന്ന് ഉണ്ടായ ഈ പ്രോജനിയിൽ 2 പേര് ഡിസീസ്ഡ് അല്ല, പക്ഷെ ഒരാൾ എങ്ങനെയാണ്? ഡിസീസ്ഡ് ആണ്. ഈ മദറിൽ നിന്ന് ക്യാപിറ്റൽ എ സ്മോൾ എ ഇവർക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആണെന്ന് മനസ്സിലാക്കാം. ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ പേരന്റിന് എന്തായാലും ഡിസീസ് ഉണ്ടാവും, അത് ആ ഡിസീസ് ആയിരിക്കും ഓസ്പ്രിങ്ങിലേക്ക് പാസ് ചെയ്യുന്നത്. ഒരിക്കലും പേരന്റിന് ഡിസീസ് ഇല്ലാതെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ആ ഡിസീസ് പാസ് ചെയ്യില്ല. അപ്പോൾ ദാ ഈ ഒരു ജനറേഷനിൽ നിന്നും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം ഇതൊരു ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആണെന്ന്. അതേപോലെ തന്നെ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സിക്കിൾ സെൽ അനീമിയാണ് അതിന് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ സിക്കിൾ സെൽ അനീമിയ എങ്ങനെയാ നോക്കിക്കേ, മെയിൽ പേരന്റിനും ഫീമെയിൽ പേരന്റിനും ഡിസീസ് ഇല്ല, പക്ഷേ അത് മെയിൽ പ്രോജനിക്കും ഫീമെയിൽ പ്രോജനിക്കും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഓട്ടോസോമൽ റിസസീവ് കണ്ടീഷനിൽ ഡിസീസ് ഉണ്ടാവും. അതായത് സ്മോൾ എ കണ്ടീഷൻ എന്ന് പറയുന്ന ഡിസീസ്ഡാ. അപ്പോൾ ഇവര് സ്മോൾ എ കണ്ടീഷൻ അല്ലേ, ഇവരും സ്മോൾ എ കണ്ടീഷൻ അല്ലേ? അതിൻ്റെ അകത്ത് ഒരു സ്മോൾ എ എവിടെ നിന്ന് കിട്ടിയതായിരിക്കും? ഫാദറിൽ നിന്ന് കിട്ടിയതാണ്. ഒരു സ്മോൾ എ എവിടെ നിന്ന് കിട്ടിയതായിരിക്കും? മദറിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നോക്കിക്കേ, ഇവർ 2 പേരും ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ ആണ്. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോജനി ഇത് ചിലപ്പോൾ ക്യാപിറ്റൽ എ ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ എ സ്മോൾ എയും ആവാം. ഇത് നമുക്ക് എന്താന്ന് പറയായിരുന്നു, അടുത്ത ജനറേഷനും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താന്ന് പറയായിരുന്നു. പക്ഷെ അത് കൊടുക്കാത്തതുകൊണ്ട് ഇത് ക്യാപിറ്റൽ എ അല്ലെങ്കിൽ ക്യാപിറ്റൽ എ സ്മോൾ എ ആയിരിക്കും ഇതിന്റെ കോമ്പോസിഷൻ, ജനറ്റിക് കോമ്പോസിഷൻ. ഇതിന്റെ ജനറ്റിക് കോമ്പോസിഷൻ വന്നിട്ട് കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു മാർഗം കൊടുത്തിട്ടുണ്ട്. ഇവർക്കുണ്ടായ കുഞ്ഞിന് ഒരെണ്ണത്തിന് ഡിസീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓട്ടോസോമൽ റിസസീവ് ആണ് ആ ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞാൽ സ്മോൾ എ കണ്ടീഷനാണ് ആ കുഞ്ഞിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുഞ്ഞ് ഇവിടെ ഈ ഉണ്ടായിരിക്കുന്ന ഈ പെൺകുഞ്ഞ് ഇവരുടെ ഈ മോൾക്ക് എന്തായിരിക്കും? ക്യാപിറ്റൽ എ സ്മോൾ എ ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയിരിക്കും. അതേപോലെ തന്നെ ഇവർ കല്യാണം കഴിച്ച ഈ മെയിലിനോ ഇവർക്കും ക്യാപിറ്റൽ എ സ്മോൾ എ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ 2 സ്മോൾ എ ഇവിടെ വന്നത്. അപ്പോൾ ദാ ഇവിടെ 2 പേരും എന്താണ്? ക്യാരിയേഴ്സ് ആണ്. ആ ക്യാരിയേഴ്സ് ആയിട്ടുള്ള പേരൻസ് ഇന്ന് സ്മോൾ എ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഇവരെങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ എ സ്മോൾ എ അല്ലെങ്കിൽ ക്യാപിറ്റൽ എ ആയിരിക്കും. ഇതും ക്യാപിറ്റൽ എ സ്മോൾ എ അല്ലെങ്കിൽ ക്യാപിറ്റൽ എ ആയിരിക്കും. ഇനി ഇവിടെ സ്മോൾ എ കണ്ടീഷനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ കൊടുക്കാത്തതുകൊണ്ട് ഇതൊന്നുപോലെ ക്യാപിറ്റൽ എ ആയിരിക്കും അല്ലെങ്കിൽ ക്യാപിറ്റൽ എ സ്മോൾ എ ആയിരിക്കും. ഇത് നമുക്കൊരു ഓട്ടോസോമൽ റിസസീവ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്ന, സിക്കിൾ സെൽ അനീമിയ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പെഡിഗ്രിയാണ് കേട്ടോ.
ഫസ്റ്റ് ഡിസീസ് കളർ ബ്ലൈൻഡ്നെസ്. നമ്മൾ മെന്റലിയൻ ഡിസോർഡർ ഓരോന്ന് പറയാണ് കേട്ടോ. ഇതൊരു സെക്സ് ലിങ്ക്ഡ് റിസീസീവ് ഡിസോർഡർ ആണ്. എക്സ് ക്രോമസോമിൽ ഉള്ള ഒരു ഡിഫക്റ്റ് കൊണ്ടാണ് ഈ കളർ ബ്ലൈൻഡ്നെസ് എന്നൊരു ഡിസീസ് ഉണ്ടാകുന്നത്. അതിനകത്ത് റെഡ് അല്ലെങ്കിൽ ഗ്രീൻ കോൺ ഓഫ് ഐ റിസൾട്ടിങ് ഇൻ ഫെയിലിയർ ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ റെഡ് ആൻഡ് ഗ്രീൻ കളർ. അതായത് ചുവപ്പിനെയും പച്ച കളറിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഈ പറയുന്ന കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അതായത് റെഡ് കോണിലോ അല്ലെങ്കിൽ ഗ്രീൻ കോൺ സെൽസിലോ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ, അബ്നോർമാലിറ്റി ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത് കേട്ടോ. ഇത് ഈ ഡിഫക്റ്റ് ഉണ്ടാകുന്നത് ചില ജീനിൽ, എക്സ് ക്രോമസോമിൽ ഇരിക്കുന്ന ചില ജീൻസിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ കൊണ്ടാണ്. ഏകദേശം 8% മെയിലിലും ഏകദേശം 0.4% ഫീമെയിലുമാണ് ഈ ഡിസീസ് കാണാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിലിൽ 8% ഫീമെയിലിൽ 0.4% അങ്ങനെ വ്യത്യാസം വരാൻ കാരണം ഇത് എക്സിൽ ലിങ്ക്ഡ് ആയിട്ടുള്ളത് കൊണ്ട് ഹോമോസൈഗസ് കണ്ടീഷനാണ്. പെയർഡ് എക്സ് ക്രോമസോമാണ് ഫീമെയിലില്, പക്ഷെ ഹെമിസൈഗസ് കണ്ടീഷൻ, അതായത് അൺപെയർഡ് കണ്ടീഷനാണ് മെയിലില്. മെയിലിൽ ഒരു എക്സ് ക്രോമസോം ഉള്ളൂ, ഫീമെയിലിൽ 2 എക്സ് ക്രോമസോം ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഡിഫക്റ്റ് വന്നാലും മറ്റത് വർക്ക് ചെയ്തോളും എന്നുള്ള രീതിയിലാണ് 0.4% വളരെ ആ ഒരു ഫ്രീക്വൻസി, അങ്ങനെ ഡിസീസ് വരാനുള്ള ചാൻസ് വളരെ കുറവ് ഈ പറയുന്ന ഫീമെയിലിൽ കാണാനും കൂടുതൽ മെയിലിൽ കാണാനും കേട്ടോ. ഇനി ഈ ഇതിന്റെ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു സിംറ്റം എന്താന്ന് ചോദിച്ചാൽ ഈ റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് എന്നാണ് പറയുന്നത് അതിന്. അതായത് റെഡും ഗ്രീനും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, അത് എക്സ് ക്രോമസോമിലെ ഡിഫക്റ്റ് കൊണ്ടുണ്ടാകുന്നതാണ്. മെയിലിൽ ഒരു എക്സ് ക്രോമസോം ഉള്ളൂ, ഫീമെയിലിൽ 2 എക്സ് ക്രോമസോം ഉണ്ട് കേട്ടോ. ഒരു വുമൻ ഷീ ഈസ് എ കാരിയർ ഓഫ് ദിസ് കളർ ബ്ലൈൻഡ്നെസ് ദാറ്റ് ക്യാൻ ബി പാസ്ഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ സൺ. നെക്സ്റ്റ് ജനറേഷനിലെ സണ്ണിലേക്ക് അത് പാസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്താണ്, അവിടെ ആ ഫീമെയിലിൽ നിന്നാണ് ഒരു എക്സ് ക്രോമസോം സൺ റിസീവ് ചെയ്യുന്നത്. കാരണം ആ ഫീമെയിലിൽ ഉണ്ടാകുന്ന 50% എഗ്ഗിലും കളർ ബ്ലൈൻഡ്നെസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു മ്യൂട്ടേഷൻ ഉണ്ടാവും. അപ്പൊ 50% ചാൻസ് ഉണ്ട് ആ മദറിന് ഒരു മെയിൽ ചൈൽഡ് ഉണ്ടാവുമ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അതേപോലെ തന്നെ കളർ ബ്ലൈൻഡ്നെസ് അതൊരു റിസസീവ് ഡിസോർഡർ ആയതുകൊണ്ട് മദർ അത് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. മദർ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അവർ 2 അലിയിലും ആ 2 എക്സ് ക്രോമസോമും ഡിഫക്റ്റ് ഉള്ളതായിരിക്കണം, എന്നാൽ മാത്രമാണ് മദറിൽ അത് എക്സ്പ്രസ് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ 100% മെയിലും എന്തായിരിക്കും, കളർ ബ്ലൈൻഡ് ആയിരിക്കും കേട്ടോ. ഇത് ഈ മദറിൽ, അതായത് ഫീമെയിലിൽ 2 എക്സ് ക്രോമസോം ഉള്ളത് കൊണ്ട് തന്നെ ഒരു എക്സ് ക്രോമസോമിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ കൂടി മറ്റൊരു ഡോമിനന്റ് നോർമൽ ജീൻ അത് സപ്രസ് ചെയ്തോളും. ആ കളർ ബ്ലൈൻഡ്നെസ് ആ എഫക്റ്റ് എക്സ്പ്രസ് ചെയ്ത് കാണില്ല. കാരണം ഒരു എക്സ് ക്രോമസോം ഉണ്ടല്ലോ നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മദർ കാരിയറാന്ന് കരുതി ഒരിക്കലും ഡോട്ടറിന് കളർ ബ്ലൈൻഡ് ഉണ്ടാവില്ല. ഒരു ഡോട്ടറിന് കളർ ബ്ലൈൻഡ്നെസ്, അതല്ലെങ്കിൽ ഒരു മോള്, അത് ഒരു ഫീമെയിൽ ചൈൽഡ് ഉണ്ടാവുമ്പോൾ അതിന് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവണമെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ കളർ ബ്ലൈൻഡ് ആയിരിക്കുകയും അമ്മ അറ്റ്ലീസ്റ്റ് കാരിയർ ആയിരിക്കുകയും ചെയ്താൽ മാത്രമാണ് ഒരു ഫീമെയിൽ കളർ ബ്ലൈൻഡ് ആയിട്ട് മാറുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ ഒരു പെഡിഗ്രി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. സി ഹിയർ, ഈ മദർ കാരിയർ ആണ്. ഈ എക്സ് ക്രോമസോം നല്ല എക്സ് ക്രോമസോമാ. ഈ ഒരു എക്സ് ക്രോമസോമിൽ കളർ ബ്ലൈൻഡ് ഉണ്ട്. ഫാദർ നല്ല എക്സ് ക്രോമസോം ഉള്ളതാണ്, കളർ ബ്ലൈൻഡ് ഒന്നും ഇല്ലാത്തതാണ്. ഇനി ഇവർക്ക് ഉണ്ടായ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 4 കുട്ടികളാണ്. ഈ 4 കുട്ടികളിൽ ഈ ഒരു ഫീമെയിൽ റിസീവ് ചെയ്തേക്കുന്ന ഈ എക്സ് ക്രോമസോം എഗ്ഗിന്നും ഈ എക്സ് ക്രോമസോം ഫാദറിൽ നിന്നുമാണ് റിസീവ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവളും ഒരു കാരിയർ ആണ്. അതേപോലെ തന്നെ ഈ നല്ല എക്സ് ക്രോമസോം മദറിൽ നിന്നും ഈ എക്സ് ക്രോമസോം ഫാദറിൽ നിന്നും റിസീവ് ചെയ്ത ഹോമോസൈഗസ് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് അടുത്തതായിട്ട് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു നല്ല എക്സ് ക്രോമസോം മദറിൽ നിന്നും അതേപോലെ വൈ ക്രോമസോം ഫാദറിൽ നിന്നും റിസീവ് ചെയ്തിട്ട് ഒരു മെയിൽ ചൈൽഡ് നോർമൽ ആയിട്ട് ഉണ്ടായി. അതേപോലെ ഒരു മോശം എക്സ് ക്രോമസോം, അതായത് കളർ ബ്ലൈൻഡ്നെസ് ഉള്ള എക്സ് ക്രോമസോം മദറിൽ നിന്നും വൈ ക്രോമസോം ഫാദറിൽ നിന്നും റിസീവ് ചെയ്ത് കഴിയുമ്പോൾ എന്തായി, അത് ഒരു കളർ ബ്ലൈൻഡ്നെസ് കാണിക്കുന്ന മെയിലായി. കാരണം ഇവർക്ക് ഒരു എക്സ് ക്രോമസോം ഉള്ളൂ, അതാണെങ്കിലോ ഡിഫക്റ്റ് ഉള്ളതാണ്. ഇനി ഇയാള് വേറെ ഒരു നോർമൽ ആയിട്ടുള്ള ലേഡിയെ കല്യാണം കഴിച്ചപ്പോൾ ഇനി ഇദ്ദേഹം ഒരു നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോമോസൈഗസ് എക്സ് ക്രോമസോം, നല്ല എക്സ് ക്രോമസോം ഉള്ള ഒരു ലേഡിയെ ആയിട്ടുള്ള മീറ്റിങ്ങിൽ ഉണ്ടായ 2 കുട്ടികൾ. അവിടെ ഇത് നോക്കിക്കേ, മെയിൽ ചൈൽഡ് ഒരിക്കലും അഫക്റ്റഡ് ആവില്ല. കാരണം മെയിൽ ചൈൽഡ് എപ്പോഴും എക്സ് ക്രോമസോം റിസീവ് ചെയ്യുന്ന മദറിൽ നിന്നാണ്. ഫീമെയിൽ ചൈൽഡ് കാരിയർ ആവാം, കാരണം എന്തായാലും ഒരു വലിയ ഒരു ക്യാപിറ്റൽ എക്സ് ഇവിടുന്ന് വരും, അതായത് നോർമൽ എക്സ് ഇവിടുന്ന് വരും. അതേപോലെ തന്നെ ഒരു സ്മോൾ എക്സ് എന്തായാലും ഫാദറിൽ നിന്ന് റിസീവ് ചെയ്യും. അപ്പൊ ഇതിൽ
നിന്നുള്ള പ്രോജനി എന്ന് പറയുമ്പോൾ ഫാദറിന് ഡിസീസ് ഉണ്ട് എന്ന് കരുതി അത് സണ്ണിലേക്കല്ല പോകുന്നത്. ഫാദറിന് ഡിസീസ് ഉണ്ടെങ്കിൽ ഫാദറിന്റെ ഡിസീസ്ഡ് എക്സ് ഫീമെയിലേക്ക് പോവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കേസ് നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ക്രോസ് ഇപ്പോൾ എക്സ് നമ്മൾ പറഞ്ഞു ഡോമിനന്റ് ടൈപ്പ് ഓഫ് ഡിസീസസ് പേരൻസിൽ കണ്ട അതെന്തായാലും ഓസ്പ്രിങ്ങിലും കാണും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ റിസസീവ് ആണെങ്കിൽ പേരൻസിൽ ഇല്ലെങ്കിൽ അത് ഓസ്പ്രിങ്ങിൽ എക്സ്പ്രസ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കിക്കേ, പേരന്റിൽ ഡിസീസ് ഉണ്ട് പക്ഷെ ഓസ്പ്രിങ്ങിലേക്ക് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഇത് എക്സ് റിസസീവ് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ആണ്. എക്സ് റിസസീവ് ഇൻഡിവിജ്വലില് ഫാദറിന് ഡിഫക്റ്റ് ഉണ്ട്, എക്സ് ക്രോമസോമിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അത് മെയിലിലേക്കോ ഫീമെയിലിലേക്കോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കില്ല എന്ന് ഓർത്തിരുന്നോളണം. അതേപോലെ ഈ ക്രോസ് നോക്കിക്കേ, ഇവിടുന്ന് ഈ പേരൻസിന് ഉണ്ടായ ഒരു കാരിയർ ഫീമെയിൽ ആണിത്. അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു ഫാദർ, സോറി ഇവിടെ ഞാൻ വരച്ചപ്പോൾ കളർ മാറ്റി വരയ്ക്കാൻ മറന്നുപോയി കേട്ടോ. ഇവിടുന്ന് ഇവര് കല്യാണം കഴിച്ചേക്കുന്ന ആള് എന്താണ്, ഡിസീസ്ഡ് മെയിലാണ്. അപ്പൊ അവർക്കുണ്ടായ കുട്ടികൾ നോക്കിക്കേ, ഇവിടെ ഈ സ്മോൾ എക്സും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫീമെയിലിന് ഡിസീസ് ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഫീമെയിലിന് ഡിസീസ് വരണമെങ്കിൽ മദർ അറ്റ്ലീസ്റ്റ് മദർ ഷുഡ് ബി എ കാരിയർ ആസ് വെൽ ആസ് ഫാദർ ഷുഡ് ബി ഡിസീസ്ഡ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നപ്പോൾ കണ്ട ഫീമെയിലിന് ഡിസീസ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ മെയിലിനും ഡിസീസ് ഉണ്ടായിട്ടുണ്ട്. 50% മെയിലിന് ഡിസീസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ 50% എഗ്ഗിൽ സ്മോൾ എക്സ് ഉണ്ടാവും. ആ സ്മോൾ എക്സ് വൈയു ആയിട്ട് ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും ഡിസീസ് ഉണ്ടാവും. ക്യാപിറ്റൽ എക്സ് ആണ് വൈയു ആയിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ നോർമൽ ആയിട്ടുള്ള മെയിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ ഇവരെപ്പോഴും അതിൻ്റെ അകത്ത് ഫീമെയിൽ ഒന്നുപോലെ കാരിയർ ആയിരിക്കും അല്ലെങ്കിൽ ഡിസീസ്ഡ് ആയിരിക്കും കേട്ടോ. അതാണ് കളർ ബ്ലൈൻഡ്നെസ് എക്സ് റിസസീവ് ഡിസോർഡർ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അപ്പൊ എക്സ് റിസസീവ് ഡിസോർഡർ ഒരു പെഡിഗ്രിയാണ് ഞാനിവിടെ കാണിച്ചു തന്നെ കേട്ടോ. കളർ ബ്ലൈൻഡ്നെസ്, ഇറ്റ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ഡ്യൂ ടു ഡിഫക്റ്റ് ഇൻ എയ്തർ റെഡ് ഓർ ഗ്രീൻ കോൺ ഓഫ് ഐ റിസൾട്ടിംഗ് ഇൻ ഫെയിലിയർ ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ റെഡ് ആൻഡ് ഗ്രീൻ കളർ. ദിസ് ഡിഫക്റ്റ് ഈസ് ഡ്യൂ ടു മ്യൂട്ടേഷൻ ഇൻ certain genes present in the X chromosome. It occurs in about 8% of males and only about 0.4% of female. This is because the genes that led to red-green color blindness are on X chromosome. Male have only one X chromosome and female have two. The son of woman who carries the gene has 50% chance of being colorblind. The mother is not herself colorblind because the gene is recessive. That means that its effect is suppressed by her matching dominant normal gene. A daughter will not normally be colorblind unless her mother is a carrier and her father is a colorblind. കേട്ടോ, അപ്പൊ അത്രേ ഉള്ളൂ കളർ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ച്. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ഒരു എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണെന്ന് ഓർത്തിരുന്നോളാം. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഡിസീസ് ഹീമോഫീലിയാണ്. ഹീമോഫീലിയ ഡിസീസും സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. ഈ ഡിസോർഡർ എക്സ് ക്രോമസോമിനെ അസോസിയേറ്റ് ചെയ്ത് കാണുന്നതാണ് കേട്ടോ. അത് അൺഅഫക്റ്റഡ് കാരിയർ ഫീമെയിലിൽ നിന്നാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ അത് സാധാരണയായിട്ട് മെയിൽ പ്രോജനിയിൽ കാണും. നമ്മൾ കളർ ബ്ലൈൻഡ്നെസ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ. പക്ഷേ കളർ ബ്ലൈൻഡ്നെസ് പറഞ്ഞപ്പോൾ നമ്മുടെ ലൈഫിന് ഫെയ്റ്റൽ ഒന്നും അല്ല, നമുക്ക് എന്താ പറയുക വന്നാൽ മരിച്ചു പോകും അങ്ങനെ ഒരു അവസ്ഥയൊന്നുമില്ല കളർ ബ്ലൈൻഡ്നെസ്സിൽ. പക്ഷേ ഇത് കുറച്ച് ഫെയ്റ്റലാണ് കേട്ടോ. ഇത് നമുക്ക് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അൺഅഫക്റ്റഡ് ആയിട്ടുള്ള കാരിയർ ഫീമെയിലിൽ നിന്നാണ് മെയിൽ പ്രോജനിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ. ഈ ഡിസീസിൽ ഒരു സിംഗിൾ പ്രോട്ടീൻ, അതായത് നമ്മൾ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന കാസ്കേഡ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. കുറേ പ്രോട്ടീൻസ് ആണ് ബ്ലഡ് ക്ലോട്ടിങ് സീരീസ് ഓഫ് ഈവൻസ് ആണ് നടക്കുന്നത്. കാസ്കേഡ് ഓഫ് പ്രോട്ടീൻസ് സീരീസ് ഓഫ് ഈവൻസ് നടന്നിട്ട് ആ ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാവുക. അപ്പോൾ അതിനകത്തൊരു സിംഗിൾ പ്രോട്ടീൻ ബ്ലോക്ക് ആവുക. സിംഗിൾ പ്രോട്ടീൻ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താവും, നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ് ഉണ്ടാവും. വളരെ കുഞ്ഞു മുറിവാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതെങ്കിലും നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകളിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ തന്നെ നല്ലോണം ഒതുക്കി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രസ് ചെയ്തിടം നമ്മൾ കൈയെടുക്കുമ്പോൾ ചുവന്നിരിക്കുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മുടെ ആ സ്കിന്നിൻ്റെ താഴെയുള്ള ബ്ലഡ് വെസൽസ്, ബ്ലഡ് ക്യാപ്പിലറീസ് എളുപ്പം പൊട്ടിപ്പോകും. കാരണം അത് വളരെ ചെറുതാണ്. അങ്ങനെ നേരിയ ബ്ലഡ് ക്യാപ്പിലറീസ് പെട്ടെന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് റിപ്പയർ ആവുകയും ചെയ്യും. അത് ആ ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസം വെച്ചിട്ടാണ്. പക്ഷേ ഈ പറയുന്ന ഹീമോഫീലിയ ഉള്ള ആൾക്കാർക്കുണ്ടല്ലോ അങ്ങനത്തെ ഇന്റേണൽ ഇഞ്ചുറീസ് ഒന്നും പെട്ടെന്ന് ഇതാവില്ല. അതുകൊണ്ട് തന്നെ നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ് ഉണ്ടാവും. നമ്മൾ അറിയില്ല അങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവുന്ന, ഇന്റേണലി ബ്ലീഡിങ് ഉണ്ടാവുന്ന. ഇന്റേണൽ ബ്ലീഡിങ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ ഇത് സാധാരണയായിട്ട് ഹെട്രോസൈഗസ് ഫീമെയിൽ ക്യാരിയർ, ഹീമോഫീലിയയുടെ ക്യാരിയറിൽ നിന്ന് സണ്ണിലേക്കാണ് ഡിസീസ് സാധാരണയായിട്ട് ട്രാൻസ്ഫർ ചെയ്യാതെ.
ചെയ്യാറുള്ളത്. ഫീമെയിൽ ഹീമോഫിലിക് ആവാനുള്ള ചാൻസ് വളരെ റെയറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫീമെയിൽ ഹീമോഫിലിക് ആവണമെങ്കിൽ മദർ അറ്റ്ലീസ്റ്റ് കാരിയറും അതേപോലെ ഫാദർ ഹീമോഫിലിക്കും ആയിരിക്കണം. നമ്മൾ കളർ ബ്ലൈൻഡ്നെസ് പറഞ്ഞില്ലേ, മദർ ഷുഡ് ബി എ കാരിയർ ആൻഡ് ഫാദർ ഷുഡ് ബി ഡിസീസ്ഡ് എന്നാൽ മാത്രമാണ് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെയാണ് ഈ എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആയിട്ടുള്ള ഹീമോഫീലിയം ഉണ്ടാവണമെങ്കിൽ ഒരു ഫീമെയിലിൽ ഉണ്ടാവണമെങ്കിൽ ഫീമെയിലിന്റെ മദർ കാരിയറും ഫാദർ ഡിസീസ്ഡും ആവണം. ഫാദർ ഹീമോഫിലിക് ആയിട്ടുള്ളൊരു കണ്ടീഷൻ അത് റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് അറ്റൈൻ ചെയ്യുന്നവരെ അവർ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ കാണാൻ കിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അത് നമ്മൾ ഈ ഒരു ഡിസീസ് സാധാരണയായിട്ട് കാണുന്നത് ഫാമിലി പെഡിഗ്രി ഓഫ് ക്വീൻ വിക്ടോറിയ ഷോസ് എ നമ്പർ ഓഫ് ഹീമോഫിലിക് ഡിസെൻഡന്റ് ആസ് ഷി വാസ് എ കാരിയർ ഓഫ് ദ ഡിസീസ്. ഈ ക്വീൻ വിക്ടോറിയ ഹീമോഫീലിയയുടെ ഒരു കാരിയർ ആയതുകൊണ്ട് അവരെ സണ്ണിലേക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷനിലേക്കൊക്കെ പാസ് ചെയ്ത് പോയേക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഹീമോഫീലിയ ഈസ് ആൻ എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ. ഓർത്തിരുന്നോളാം, അതിന്റെ സെയിം കളർ ബ്ലൈൻഡ്നെസിന്റെ അതേ പെഡിഗ്രി തന്നെയാണ് ഹീമോഫീലിയയ്ക്ക് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. So here we will just read this. See, hemophilia is a sex-linked recessive disease which shows its transmission from unaffected carrier female to some of the male progeny has been widely studied. In this disease, a single protein that is a part of the cascade of proteins involved in the clotting of blood is affected. Due to this, in an affected individual, a simple cut will result in non-stop bleeding. The heterozygous female or carrier for hemophilia may transmit the disease to son. The possibility of a female becoming a hemophilic is extremely rare because mother of such female has to be at least a carrier and the father should be hemophilic. Father will not be available in the later stage of life. So there is no chance of female to be hemophilic. The family pedigree of Queen Victoria shows a number of hemophilic descendants as she was a carrier of the disease. നെക്സ്റ്റ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡറാണ്. നമ്മൾ ഓൾറെഡി അതിന്റെ പെഡിഗ്രി കണ്ടതാണ് അല്ലേ. ഈ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ഉള്ളത് ക്രോമസോം നമ്പർ 11 അബ്നോർമാലിറ്റി കൊണ്ടാണ്. ക്രോമസോം നമ്പർ 11 നിന്നാണ് ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ സിന്തസൈസ് ചെയ്യുന്നത്. അത് ഈ ഒരു ട്രെയ്റ്റ്, ഈ ഒരു ക്യാരക്ടർ പേരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് 2 പേരൻസും കാരിയർ ആയിട്ടുള്ള കണ്ടീഷനിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഡിസീസ് കൺട്രോൾ ചെയ്യുന്ന ഒരു സിംഗിൾ പെയർ ഓഫ് അലീലാണ്, അതായത് HbA HbS. HbA എന്ന് പറയുന്നത് നോർമൽ ഹീമോഗ്ലോബിൻ സിന്തസൈസ് ചെയ്യുന്ന അലീലും HbS എന്ന് പറയുന്നത് സിക്കിൾ ഷേപ്ഡ് ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അലീലുമാണ്. ഇതിനകത്ത് 3 ടൈപ്പ് ജീനോടൈപ്പ് പോസിബിൾ ആണ് അല്ലേ. ഒന്നുപോലെ HbA ആയിരിക്കാം, അല്ലെങ്കിൽ HbA HbS ആയിരിക്കാം, അല്ലെങ്കിൽ HbS HbS കണ്ടീഷൻ ആയിരിക്കാം. ഇതിനകത്ത് HbS HbS കണ്ടീഷനാണ് ഡിസീസ്ഡ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. HbA HbS ഹെട്രോസൈഗസ് കണ്ടീഷൻ അത് എന്താണ്, അൺഅഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആയിരിക്കും, പക്ഷേ ദേ ആർ കാരിയേഴ്സ്. അവർക്ക് 50% പ്രോബബിലിറ്റി ഉണ്ട് ഈ ക്യാരക്ടർ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാനായിട്ട്, അതായത് പ്രോജനിക്ക് പാസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ആ ക്രോമസോം നമ്പർ 11ന്റെ ഒരു അലിയില് HbS കണ്ടീഷനാണ്. അത് ഫാദറിലും മദറിലും ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് HbS എങ്ങാനും വന്നു പോയാൽ എന്ത് പറ്റും, സിക്കിൾ സെൽ അനീമിയ എന്ന ഡിസീസ് ഉണ്ടാവാൻ കാരണമാവും. ഈ ഡിഫക്റ്റ് കോസ് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഗ്ലൂട്ടാമിക് ആസിഡ് 6ാമത്തെ പൊസിഷനിൽ, ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിനിൽ 6ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന ഗ്ലൂട്ടാമിക് ആസിഡിന് വാലിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. കണ്ട, 6ാമത്തെ പൊസിഷനിലെ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരുന്നത് കൊണ്ടാണ്. ഇത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ദ മ്യൂട്ടേഷൻ വിച്ച് ഒക്കേഴ്സ് ഇൻ ദിസ് പൊസിഷൻ, മ്യൂട്ടേഷൻ ഈ ഒരു പൊസിഷനിൽ വരുന്നതുകൊണ്ടാണ്. അതായത് ഒരു സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് തൈമിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത അഡിനിൻ വരും. തൈമിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത അഡിനിൻ വരുമ്പോൾ CTC ഉണ്ടാകുന്ന mRNA GAGക്ക് പകരം CAC GUG എന്ന സീക്വൻസ് ഓഫ് mRNA ഉണ്ടാവും. GAG ഗ്ലൂട്ടാമിക് ആസിഡിനെ കോഡ് ചെയ്യുന്നെങ്കിൽ GUG എന്തിനാണ് കോഡ് ചെയ്യുന്നത്, വാലിനെയാണ് കോഡ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഒരു ഡിഫക്റ്റ് വരാനുള്ള കാരണം എന്താണെന്നറിയോ, ഈ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള അമിനോ ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡിന് നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു, വാലിൻ ആണെങ്കിലോ ന്യൂട്രൽ അമിനോ ആസിഡാ. അപ്പൊ ഇത് തമ്മിൽ ഈ ഒരു ഹീമോഗ്ലോബിൻ ഉണ്ടായതിനു ശേഷം അതിന്റെ ഒരു സ്ട്രക്ചർ അത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്
ഗ്ലൂട്ടാമിക് ആസിഡിന്റെ നെഗറ്റീവ് ചാർജ് അതിന്റെ സ്ട്രക്ചർ ഫോർമേഷൻ ആവശ്യമാണ്. അതിന് പകരം വാലിനല്ലേ ഇരിക്കുന്ന, അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഈ ഒരു കോൺകേവ് ഷേപ്പ് ഉണ്ടാക്കാൻ കഴിയില്ല, ആ കോൺകേവ് ഡിസ്ക് ഷേപ്പ് ഉണ്ടാക്കാൻ കഴിയില്ല. അതിനു പകരം ഇത് ഇങ്ങനെ എലോങ്ങേറ്റഡ് ആയി പോകും. അങ്ങനെ എലോങ്ങേറ്റഡ് ആയി ഒരു സിക്കിൾ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. ക്രോമസോം നമ്പർ 11ലുള്ള ഡിഫക്റ്റ് കൊണ്ടാണ് ഈ പറയുന്ന ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആയിട്ടുള്ള സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത്. അതൊരു വ്യക്തിയിൽ കാണുന്നത് അവരുടെ 2 പേരൻസും കാരിയർ ആയിട്ടിരിക്കുമ്പോഴാണ് അതൊരു വ്യക്തിയിൽ കാണുക. സാധാരണയായിട്ട് അങ്ങനെ ഒരു കണ്ടീഷനിലാണ് സിക്കിൾ സെൽ അനീമിക് ആയിട്ടുള്ള ഒരാൾ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം വായിച്ചു നോക്കാം. Sickle cell anemia. This is an autosome-linked recessive trait that can be transmitted from parents to the offspring when both the parents are carrier for the gene or heterozygous. The disease is controlled by a single pair of allele, HBA and HBS. Out of the 3 possible genotypes, only homozygous individual for HBS, that is HBS, show the diseased phenotype. Heterozygous HBA/HBS individual appear apparently unaffected, but they are carrier of the disease as there is 50% probability of transmission of the mutant gene to the progeny, thus exhibiting sickle cell trait. The defect is caused by the substitution of glutamic acid with valine at the 6th position of the beta globin chain of the hemoglobin molecule. The substitution of amino acid in the globin protein result due to single base substitution at the 6th position of the beta globin gene from GAG to GUG. The mutant hemoglobin molecule undergo polymerization under low oxygen tension, causing the change in shape of RBC from biconcave disc to elongated sickle-like structure. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമുക്ക് ഇത്രയും മതി. ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഫീനൈൽ കീറ്റോനൂറിയയും തലാസീമിയയും പിന്നെ ക്രോമസോമൽ ഡിസോർഡേഴ്സും പഠിക്കാം കേട്ടോ.